التمسك بالأثر نجاه. പ്രിയമുള്ള സഹോദരങ്ങളെ, 39-ാമത്തെ ഹദീസാണ് ഇനി വായിക്കാനുള്ളത്. ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إن الله تجاوز لي عن أمتي الخطأ والنسيان وما استكرهوا عليه. حديث حسن رواه ابن ماجه والبيهقي وغيرهما. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ തജാവസ ലീ അൻ ഉമ്മത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല തജാവസ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച നൽകിയിരിക്കുന്നു. അഫാ വ അസ്ഖത അൽ മുആഖദ, അള്ളാഹു വിട്ടുവീഴ്ച നൽകുകയും തിന്മ ചെയ്താൽ അതിന് ഒരു പിടുത്തമുണ്ടാകും, ശിക്ഷിക്കപ്പെടും. ആ ശിക്ഷ എന്ത് ചെയ്തിരിക്കുന്നു? ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ലീ, എനിക്ക് വേണ്ടിയിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയണത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരണത്താൽ. ആർക്ക് വേണ്ടിയിട്ടാണ്? എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട്. അൻ ഉമ്മത്തി, എന്തിനെല്ലാമാണ്? അൽ ഖത്അ, ഒന്നാമത് ഖത്അ ആണ്, അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. വന്നിസിയാൻ, അതേപോലെ മറവി. വമസ്തുക്രിഹു അലൈ, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ മേൽ നിർബന്ധിക്കപ്പെട്ട ഒരു കാര്യം, അങ്ങനെ നിർബന്ധപൂർവം എന്ത് ചെയ്തു? ഒരു പ്രവൃത്തി ചെയ്തു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇമാം നവവി റഹിമഹുല്ലാ ഈ ഹദീസ് ഹസനാണ് എന്നാണ് രേഖപ്പെടുത്തിയത്. ഇബ്നു മാജയും ബൈഹഖിയും മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞത് വഹുവ ഹദീസുൻ ജലീലുൻ, വളരെ മഹത്വമുള്ള ഒരു ഹദീസാണെന്നാണ്. ചില ഉലമാക്കൾ പറയുന്നത് കാണാം, യംബഗി അൻ യുഅദ്ദ നിസ്ഫൽ ഇസ്ലാം, ഇത് ഇസ്ലാമിൻ്റെ പകുതി തന്നെ ഉള്ളതായിട്ട് പരിഗണിക്കപ്പെടൽ, കണക്കാക്കപ്പെടൽ അനിവാര്യമാണ് ഈ ഹദീസ് എന്നാണ്. ഈ ഹദീസിൻ്റെ നിവേദനത്തിൽ ചില ദുർബലതകളുണ്ട് എങ്കിലും ഇതിൻ്റെ ആശയം സമ്പൂർണ്ണമായും ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ആശയമാണ്. ഖത്അ, നിസ്യാന്, അതേപോലെ തന്നെ ഇക്റാഹ്, ഇങ്ങനെ സംഭവിക്കുന്നതായ കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച നൽകും എന്നുള്ളത് എന്താണ്? ഖുർആൻ തന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു നിർബന്ധമായ കാര്യം ഉപേക്ഷിച്ചു, ഫർളായ നമസ്കാരം നമസ്കരിച്ചില്ല, അല്ലെങ്കിൽ ഒരു നിഷിദ്ധമായ കാര്യം പ്രവർത്തിച്ചു, ഇങ്ങനെ സംഭവിച്ചാൽ അവനെ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. ഒരാൾ ഒരു നിർബന്ധ കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ നിഷിദ്ധമായ കാര്യം പ്രവർത്തിച്ചു, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും എന്തു ചെയ്യും? അവൻ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. എന്നാൽ അവന് ശിക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ ചില നിബന്ധനകളുണ്ട്. അതായത് ഒരാൾ മുക്കല്ലഫായി മാറുക, തക്ലീഫുള്ളവനായി മാറണമെങ്കിൽ അതിൻ്റെ ചില ശുറൂത്തുകളുണ്ട്. ആ ശുറൂത്ത് പഠിപ്പിക്കാനാണ് ഇമാം അവർകൾ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. നമുക്കറിയാം, ഈ ഗ്രന്ഥം തന്നെ എന്താണ്? ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഖായിദകൾ, അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കാനുള്ളതാണ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ളത്, അഖീദയിലും അതേപോലെ തന്നെ കർമ്മശാസ്ത്രത്തിലും സ്വഭാവ രൂപീകരണത്തിലും എല്ലാം ഉള്ളതായ ചില ഖായിദകളാണ് ഇവിടെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരാൾ മുക്കല്ലഫായി തീരുന്ന അതിന് വേണ്ട നിബന്ധനകൾ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അവൻ അഖലുള്ളവനാകണം, ബുദ്ധിയുള്ളവനാകണം.
അതേപോലെ തന്നെ പ്രായപൂർത്തിയാകണം, ബാലികാകണം, ആ കാര്യത്തെ സംബന്ധിച്ച് ഇൽമുള്ളവനാകണം, ജാഹിലാകാൻ പാടില്ല, അറിവുള്ളവനാകണം. മറ്റൊന്ന് ഉദ്ദേശപൂർവമായിരിക്കണം അത് ചെയ്യുന്നത്, ഖസ്ദോടെ ഉദ്ദേശപൂർവം ചെയ്തായിരിക്കണം, ഖത ആകാൻ പാടില്ല, അബദ്ധമാകാൻ പാടില്ല. അപ്പോൾ ഒരു അഖിലില്ലാത്ത ഒരാൾ, അവന് ബുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവൻ ഭ്രാന്ത് പിടിച്ചയാളാണ്, മജ്നൂനാണ്. അവൻ എന്ത് ചെയ്യുന്നില്ല, നമസ്കരിക്കുന്നില്ല, എന്നാൽ അതിൻ്റെ പേരിൽ അവൻ ശിക്ഷയുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും നിഷിദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ അതിന് അവൻ പാപിയാവുകയുമില്ല, അതിൻ്റെ മേലുള്ളതായ അഹ്കാമുകൾ അവന് ബാധകമല്ല. എന്നാൽ ഈ പറയുന്നയാൾ ചെയ്യുന്ന പ്രവൃത്തി അത് ഏതെങ്കിലും മനുഷ്യർക്ക് ഏതെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവൻ്റെ ഈ പ്രവൃത്തി മൂലം ആർക്കെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ എന്ത് ചെയ്യും? അത് അവൻ ഉത്തരവാദിയാവും. അവൻ്റെ സമ്പത്തിൽ നിന്ന് എന്ത് ചെയ്യും? അത് ഈടാക്കും. ഒരു ഭ്രാന്തൻ എന്ത് ചെയ്തു? ഒരു കാറ് കണ്ടപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞു. അവൻ അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷയുണ്ടാവും? ഇല്ല. പക്ഷേ ഈ കാറ് നശിപ്പിച്ചു എന്നുള്ളതിന് എന്ത് ചെയ്യും? പണം ഈടാക്കപ്പെടും അവൻ്റെ സമ്പത്തിൽ നിന്ന്. അവൻ്റെ സമ്പത്തുണ്ടെങ്കിൽ, സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവനത് ഈടാക്കപ്പെടും. അവൻ നമസ്കരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ശിക്ഷിക്കപ്പെടൂല. അവൻ മോഷ്ടിച്ചു, അവൻ്റെ കരം മുറിക്കപ്പെടൂല അതിൻ്റെ പേരിൽ. അവൻ ഒരാളെ വ്യഭിചാരോപണം നടത്തി, അതിൻ്റെ പേരിൽ അവൻ എന്ത് ചെയ്യൂല? ശിക്ഷിക്കപ്പെടൂല. എന്നാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്താകും? ഉത്തരവാദിയാകും. അവനൊരു നിരപരാധിയായ ഒരാളെ കൊന്നു, എന്നാൽ തിരിച്ചിവനെ കൊല ചെയ്യപ്പെടുകയില്ല. പക്ഷേ അവൻ്റെ ബന്ധുക്കൾക്ക് കൊടുക്കേണ്ട എന്ത് ചെയ്യും? ദിയ അവൻ കൊടുക്കേണ്ടി വരും. അത് അവൻ്റെ ബന്ധുക്കൾക്ക്, ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അതെന്ത് ചെയ്യേണ്ടി വരും? ഇവൻ്റെ സമ്പത്തിൽ നിന്ന് ചുമത്തപ്പെടുന്നതാണ്. ഇവിടെ ഇന്നല്ലാഹ തജാവസ ലീ എന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി, അതായത് ബിസബബി, എൻ്റെ കാരണം കൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്തു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് മുഴുവനും റഹ്മത്തായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. റഹ്മത്തുൻ ലിൽ ആലമീനാണ്. മനുഷ്യർക്കും ജിന്നുകൾക്കുമെല്ലാം എന്താണ്? റഹ്മത്താണ്. മുൻഗാമികളായ സമൂഹങ്ങൾക്ക് ഈ ഒരു ഉദാരത ലഭിക്കപ്പെട്ടിട്ടില്ല. അവർ എന്ത് ചെയ്താൽ ഖത്അൻ മുഖേന, അബദ്ധത്തിൽ അല്ലെങ്കിൽ മറന്നുകൊണ്ട് ഫർളുകൾ ഉപേക്ഷിക്കുകയോ നിഷിദ്ധം ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ലഭിച്ചിരിക്കുന്ന വലിയ ഫളലാണെന്ത്? ഇത് വലിയ ശ്രേഷ്ഠതയാണത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാടും നമുക്ക് എന്താണ്? ആ രീതിയിലായിരിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ രീതിയിലുള്ള കടപ്പാട് നമുക്ക് പുലർത്തേണ്ടതുണ്ട്. സ്വന്തത്തെക്കാളും മാതാപിതാക്കളെ അനുസരിക്കൽ നിർബന്ധമാണ് ഒരു മനുഷ്യന്. പിതാവ് ഒരു കാര്യം കൽപ്പിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അതിനെതിരാണ്, എന്ത് ചെയ്യും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എന്ത് ചെയ്യണം? പ്രാമുഖ്യം കൊടുക്കണം. ഒരു മുസ്ലിം ഭരണാധികാരി അനുസരിക്കൽ നിർബന്ധ ബാധ്യതയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൽപ്പനയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും വിരുദ്ധമായി. എന്നാൽ മുൻഗണന കൊടുക്കേണ്ടതിൻ്റെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്ക്, ബാധ്യത മുന്തിക്കപ്പെടേണ്ടതാണ്. എൻ്റെ ഉമ്മത്തിന് വേണ്ടി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്തുൽ ഇജാബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് ഉത്തരം നൽകിയ, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നതായ ആളുകളാണ് ഉദ്ദേശം. ഇവിടെ ഒന്നാമതായിട്ട് വിട്ടുവീഴ്ച നൽകപ്പെടുമെന്ന് പറഞ്ഞത് അൽ ഖത ആണ്. ഖത എന്ന് പറഞ്ഞാൽ അൻ ലാ യഖ്സുദൽ ഇൻസാനു മാ യുആഖദു ബിഹി, അവന് ശിക്ഷിക്കപ്പെടാൻ ഇടയാക്കുന്നതായ ഒരു കാര്യം അതിനെ ഉദ്ദേശപൂർവമല്ലാതെ പ്രവർത്തിക്കുക എന്നാണ്. അവന് പിടികൂടുന്ന
പിടികൂടപ്പെടാൻ ഇടയാക്കുന്ന ഒരു കാര്യം, അത് അവനെന്ത് ചെയ്യുന്നില്ല, അറിഞ്ഞുകൊണ്ടല്ലാതെ അവൻ്റെ ഖസ്ദില്ലാതെ അവനെന്ത് ചെയ്യുന്നു, അത് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഖസ്ദില്ലാതെ പ്രവർത്തിക്കാൻ വ്യത്യസ്ത കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ ഇമ്മാലി ജഹ്ലിഹി, അവൻ അതിനെക്കുറിച്ച് എന്താണ്, അറിവില്ലായ്മയാണ്, ഇൽമില്ല, അവൻ ആ വിഷയത്തിൽ അജ്ഞനാണ്, അങ്ങനെ പ്രവർത്തിച്ചതാണ്. അല്ലെങ്കിൽ ഇമ്മാലി ഖസ്ദിഹി ഷൈഅൻ ആഖർ, അറിവില്ലായ്മ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, ഹജ്ജിന് വേണ്ടി ഹറാം ചെയ്യുന്നു. അപ്പോൾ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ല ഇഹ്റാമിന് ശേഷം. പക്ഷേ ഈ നിയമം അവൻ അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ നിയമം ഉണ്ടെന്ന് അവൻ അറിയില്ല. അവൻ ആ വിഷയത്തിൽ ജാഹിലാണ്, ഇൽമില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്തു, സുഗന്ധം ഉപയോഗിച്ചു. എന്നാൽ എന്തല്ല, അവൻ അതിൻ്റെ പേരിൽ കുറ്റക്കാരനല്ല. അതല്ലെങ്കിൽ അറിവില്ലായ്മയല്ല പ്രശ്നം, ഇമ്മാലി ഖസ്ദിഹി ഷൈഅൻ ആഖർ, വേറൊരു കാര്യമാണ് ഇവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സംഭവിച്ചത് ഇതാണ്, ഇവനൊരു മൃഗത്തെ വേട്ടയാടുന്നതിനിടയിൽ എന്ത് ചെയ്തു, ഒരു മനുഷ്യൻ വന്ന് പെട്ടു. അവൻ്റെ മേല് എന്ത് ചെയ്തു, ആയുധം തറയ്ക്കുകയും മരണപ്പെടുകയും ചെയ്തു. എന്നാൽ അവൻ എന്ത് ചെയ്തു, അതിൻ്റെ പേരിൽ ഖത എന്ന നിലയിലുള്ള കൊലപാതകമാണ്. അവൻ ഒരു വാഹനം ഓടിച്ചു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അബദ്ധത്തിൽ വേറൊരാൾ പോയി തട്ടുന്നു, മരണപ്പെടുന്നു. ഇത് ഖത എന്ന നിലയിലുള്ള കൊലപാതകമാണ്. അത് മുഖേന ഇവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പാപിയാണോ? ഇവൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഇവൻ സൂക്ഷിച്ച് പാലിച്ചിട്ടില്ലെങ്കിൽ കുറ്റക്കാരൻ തന്നെയാണ്. ഇപ്പോൾ അവൻ വാഹനം എടുക്കുന്നതിന് മുമ്പേ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വാഹനത്തിന് ബ്രേക്കുണ്ടോ, അല്ലെങ്കിൽ അത് റോഡിലൂടെ സഞ്ചരിക്കാൻ അനിവാര്യമായ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്ന നിർബന്ധമാണ്. അങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യണം, അതിനിടയിൽ എന്ത് ചെയ്തു, അബദ്ധത്തിൽ സംഭവിച്ചു. എന്നാലും എന്താണ്, ഖത എന്ന നിലയിലുള്ള, ഇവൻ വാഹനം ഓടിച്ചു പോകുക എന്നുള്ള ലക്ഷ്യം, ഒരാളെ ഇടിച്ചു കൊല്ലുക എന്നുള്ളവൻ്റെ ലക്ഷ്യമായിരുന്നില്ല. അതിനിടയിൽ എന്ത് ചെയ്താണ്, സംഭവിച്ചു പോയതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത് മുഖേന അവൻ കുറ്റവാളിയാണോ? കുറ്റവാളിയല്ല. പക്ഷേ ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്, പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ട്, ദിയ കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല അവൻ കഫാറത്തും ചെയ്യേണ്ടതുണ്ട്. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പല ആളുകളും ശ്രദ്ധിക്കലില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് കഫാറത്ത് നിർബന്ധമാണ്. അവനെന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 60 ദിവസം നോമ്പെടുക്കണം തുടർച്ചയായി, അതല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ കഫാറത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തിനാണ് കഫാറത്ത്? മറ്റത് സാമ്പത്തിക ഇടപാടാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, സാമ്പത്തികമായിട്ട് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സമ്പത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ സമ്പത്ത് ഉത്തരവാദിയാവും. ഇതെന്തിനാണ് കഫാറത്ത് ചെയ്യാൻ? കഫാറത്ത് ചെയ്യാൻ ഉലമാക്കൾ പറയുന്ന കാര്യം, ഒരാളെന്ത് ചെയ്യുന്നു, അബദ്ധത്തിൽ ഇതുപോലൊരു തെറ്റ് ചെയ്തു പോയി. അവിടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, രക്തം വളരെ പവിത്രമാണ്, അതിനെ ചിന്തുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതിന് വില കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, കഫാറത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞത്. ഖത ആണെങ്കിലും എന്ത് ചെയ്തോളണം, കഫാറത്ത് കൊടുക്കുക. രക്തത്തിന് നൽകപ്പെടുന്ന വിലയാണ് അത്. പലപ്പോഴും മുസ്ലിം ലോകത്ത് പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെട്ടു പോയ ഒരറിവാണ്. മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തുന്നത് തീരെ വില കുറഞ്ഞിരിക്കുന്നതാണ് ആളുകൾക്ക്. പലപ്പോഴും ജിഹാദാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പല അമ്റും ബിൽ മഅറൂഫിൻ്റെ പേരിൽ, ജിഹാദിൻ്റെ പേരിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയും വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകൾ ഇടയാക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഗസ ഇന്നലെ വന്ന റിപ്പോർട്ട് പ്രകാരം 64,000 ആളുകളാണ് അവിടെ ചെയ്തിരിക്കുന്നത്, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. 64,000 ഔദ്യോഗിക കണക്കുകളെ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. അവിടെയുള്ള ഭവനങ്ങൾ പൂർണ്ണമായും തകർന്നുപോയി. ഇത് ഇടയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ പാടില്ലാത്തതാണ് ഒരു വിശ്വാസിക്ക്. അതുപോലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആരെങ്കിലും അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താൻ തൻ്റെ പ്രവർത്തനം അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റക്കാരാണ്. ഇസ്ലാമിൽ ജിഹാദ് ആളുകളെ വെറുതെ കൊല ചെയ്യാനല്ല, മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്താനാണ്, അവരുടെ സമ്പത്ത് സംരക്ഷിക്കാനാണ്, അവരുടെ അഭിമാനം സംരക്ഷിക്കാനാണ്, അവരുടെ ജീവൻ സംരക്ഷിക്കാനാണ്.
ഇസ്ലാമിൽ സ്ത്രീകൾ കൊല ചെയ്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്ന രീതിയിൽ വൃദ്ധന്മാരെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ജിഹാദില്ല. ഇസ്ലാം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിൽ മുഴുവൻ എടുത്ത് നോക്കിക്കോ. കുട്ടികളെ, കാരണം രക്തത്തിന് വലിയ പവിത്രതയുണ്ട് എന്നുള്ള കാരണത്താലാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ആ ഹത എന്ന നിലയിൽ എന്ത് ചെയ്തു? ഒരാളെ കൊന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെന്തല്ല, കുറ്റക്കാരനല്ല. പക്ഷേ ഈ കൊല ചെയ്യുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. രക്തത്തിന് പവിത്രത കൽപ്പിക്കപ്പെടുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? കഫാറത്ത് കൊടുക്കണം. അതും നല്ല കഫാറത്താണ്, ചെറിയ കഫാറത്തല്ല. അതേപോലെ തന്നെ മറ്റൊരു ഗുണവും അതിന് ഉലമാക്കൾ പറയുന്നുണ്ട്. ഒരാളുടെ മനസ്സിൽ നിന്നുണ്ടാകും സ്വാഭാവികമായും വിഷമം ഉണ്ടാവും. ഞാൻ ഒരാളെ എൻ്റെ വാഹനം തട്ടി അവൻ മരണപ്പെടാനിടയായി എന്ന് പറഞ്ഞാൽ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും ആ ചിന്ത. അത് എൻ്റെ മനസ്സിലെന്ത് ചെയ്യും? വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ആ പ്രയാസം ദൂരീകരിക്കാൻ ഒരാശ്വാസത്തിനും കൂടിയിട്ടാണ് അള്ളാഹു അതിന് പരിഹാരമായിട്ട് വച്ചിരിക്കുന്നതാണ് ഈ കഫാറത്ത്. അത് കൊടുത്തു കഴിയുമ്പോൾ എന്തായി? അവന് സമാധാനം കിട്ടും. അതും അതിൻ്റെ പരിഹാരമായിട്ട്, കാരണമായിട്ട് ഉലമാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഫാറത്ത് നിർബന്ധമാണ്. അബദ്ധമാണ് കൊല സംഭവിച്ചതെങ്കിലും എന്ത് ചെയ്തോണം? കഫാറത്ത് കൊടുക്കാം. അത് പലപ്പോഴും പല മേഖലകളിലും സംഭവിക്കാം. ഒരാൾ വൈദ്യനാണ്, ഡോക്ടറാണ്, അവൻ്റെ തെറ്റ് കാരണത്താൽ, അവനിൽ നിന്ന് സംഭവിച്ച ഒരു അബദ്ധം കാരണത്താലാണ് രോഗി മരിക്കുന്നത് എങ്കിൽ അവിടെ ഈ നിയമം ബാധകമാണ്. ഒരാളുടെ വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ്റെ അബദ്ധം മൂലമാണ് ഒരാൾ കൊല ചെയ്യപ്പെടുന്നത് എങ്കിലും നിയമം ബാധകമാണ്. ഞാൻ അവനെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതല്ല പ്രശ്നം. പക്ഷെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറ്റം കൊണ്ടാണോ, തെറ്റുകൊണ്ടാണോ, അബദ്ധം കൊണ്ടാണോ, എന്താണ് ആ നിയമം അവിടെ ബാധകമാവും. അപ്പോൾ അതാണ്. അപ്പോൾ ഒന്നുകിൽ അവൻ്റെ അറിവില്ലായ്മ മൂലം ഉണ്ടാകുന്നു ഇതുപോലുള്ള കാര്യം, അതല്ലെങ്കിൽ അവൻ വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നു, പക്ഷേ എന്ത് ചെയ്തു? സംഭവിച്ചത് ഇങ്ങനൊരു അബദ്ധമാണ്. അപ്പോൾ അത് ഖത്അനാണ്. അതല്ലെങ്കിൽ ഇമ്മാലി കൗനിഹി ലാ ഖസ്ദല, തീരെ ഖസ്ദില്ലാത്ത ഒരാളാണ്, ഉദ്ദേശമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഭ്രാന്തുള്ള ഒരാളാണ്, അവന് ഈ പറയുന്ന ഉദ്ദേശങ്ങളൊന്നുമില്ല, അതുള്ള ആ കാരണത്താൽ എന്ത് ചെയ്തിരിക്കുന്നു? സംഭവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം എന്ത് പറയും? ഖത്അ എന്ന് പറയും. അതേപോലെ തന്നെ ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ ചെയ്ത പ്രവൃത്തി, ഇപ്പോൾ ചില ആളുകൾ ഉറക്കത്തിൽ സംസാരിക്കും, അതും എന്തിൽപ്പെട്ടതാണ്? ഈ ഖത്അഇൻ്റെ അധ്യായത്തിലാണ് കൊണ്ടുവരുന്നത്. ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു, ഭാര്യ അടുത്ത് കിടക്കുന്നുണ്ട്, അവൻ പറയാണ് എന്താണ്? ഞാൻ എൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു എന്ന് ഉറക്കത്തിൽ പറഞ്ഞു. എന്നാലും എന്താവില്ല, ഖത്അആയിട്ടേ പരിഗണിക്കുള്ളൂ. അത് അബദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന ഖത്അആണ്. അതിൻ്റെ ഹുക്ം എന്തുണ്ടാവില്ല, അതിൻ്റെ മേൽ സ്ഥിരപ്പെടൂല. അപ്പോൾ ഈ പറയുന്ന ഖത്അ നിലയിലുള്ള കാര്യങ്ങൾ അത് ഒരാളുടെ വിശ്വാസത്തിൽ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ വിശ്വാസത്തിൽ സംഭവിച്ചാൽ അത് അതിൻ്റെ നിയമം ബാധകമാകാതിരിക്കണമെങ്കിൽ അവൻ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തിരിക്കണം? പരിശ്രമിച്ചിരിക്കണം. എന്നിട്ടും അവന് ആ അറിവ് കിട്ടാണ്ട് വന്നതാണ്. അന്നേരമാണ് അവൻ എന്ത് ചെയ്യുള്ളൂ? അവൻ ആ തെറ്റിൽ നിന്ന് ഒഴിവാവുകയുള്ളൂ. അവൻ ഈ വിഷയത്തിലൊന്നും ഒരു പരിഗണന കൊടുക്കുന്നില്ല. ദീൻ പഠിക്കുന്ന കാര്യത്തിൽ അതിലൊന്നും ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല. വെറുതെ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ കളിച്ചു നടക്കുകയാണ്. എന്നിട്ട് എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തല്ല? ബാധകമല്ല. അപ്പോൾ അവൻ്റെ മേൽ അനിവാര്യമായ പ്രവർത്തികൾ ത്വലബുൽ ഇൽമ ചെയ്തിട്ടുണ്ട്, അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഈ പറയുന്ന വിശ്വാസത്തിൽ ഈ പറയുന്ന അബദ്ധം എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ ബാബിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ വാക്കുകളിലാകാൻ, ചിലപ്പോൾ വാക്കുകളിൽ അങ്ങനെ എന്ത് ചെയ്യാം? അബദ്ധം സംഭവിക്കാം. ചിലപ്പോൾ ഹൃദയത്തിലും നാവിലും അബദ്ധം കൊണ്ട് പറ്റാം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഹജ്ജിന് പോകുന്നു, ഹജ്ജിന് തമത്വആയിട്ടും മുഫ്രിദായിട്ടും ഖിറാനായിട്ടും ഇഹ്റാൻ ചെയ്യാം. മുഫ്രിദായിട്ട് ഇഹ്റാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ ധരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഷാർത്ഥം എടുത്തു, ഒറ്റക്ക്. അപ്പോൾ എന്ത് ചെയ്യും? ഹജ്ജിന് പോകുന്ന ഒരാൾ, ഇവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഭാര്യയോ മക്കളോ ആരുമില്ല, കുടുംബക്കാരൊന്നുമില്ല. അപ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ മുഫ്രിദൻ എന്ന് പറഞ്ഞു. ഇഫ്രാദായിട്ട്, മുഫ്രിദായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഹജ്ജിന് വേണ്ടി ഇഹ്റാൻ ചെയ്തു. ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഹ്റാൻ ചെയ്ത് പോയിട്ട് ഹജ്ജ് മാത്രം ചെയ്യുന്നതിനാണ് പറയണത്. പക്ഷേ ഇതിനെന്ത് ചെയ്തു? തെറ്റിദ്ധരിച്ചു. ഇതാണ് എന്ത്? ഇഫ്രാദായിട്ടുള്ള ഹജ്ജ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് നാവുകൊണ്ട് പറയുകയും ചെയ്തു. അബദ്ധം ഇവൻ്റെ മനസ്സിലും ആ അബദ്ധം പറ്റിയിട്ടുണ്ട്, നാവിലും അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നാലും എന്താണ്? ഖത്അആയിട്ട് പരിഗണിക്കും. ഇവൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണ്? തമത്വആയിട്ട് ഹജ്ജ് ചെയ്യാനാണ്. അതായത് അവിടെ പോയി ഉംറ ചെയ്ത് തഹല്ലുലായി പിന്നെ ഹജ്ജ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്ത് ചെയ്തു? ഇവനെ അറിവില്ലായ്മ മുഖേന ഇങ്ങനെ അബദ്ധം സംഭവിച്ചതാണ്. അപ്പോൾ വാക്കുകളിൽ അങ്ങനെ ആകാം.
അതേപോലെ തന്നെ പ്രവർത്തികളിലൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ സംഭവിക്കാം. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വിധി? അത് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളിലാണ് ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ആ കർമ്മം, ആ പ്രവൃത്തി നടന്നതിൻ്റെ ഹുക്കുമുകളൊന്നും അവിടെ ബാധകമല്ലാന്നാ. നിരോധിക്കപ്പെട്ട ഒരു കാര്യം അറിവില്ലായ്മ മുഖേന അല്ലെങ്കിൽ ഖത്അൻ നിലയിൽ എന്ത് ചെയ്തു, ഇവൻ ചെയ്തു. ഇവൻ നല്ല ദാഹമുണ്ട്, ഇവൻ ഒരു ഭക്ഷണശാലയിലേക്ക്, ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവച്ചിരുന്ന വെള്ളം ദാഹജലമാണ്, പച്ചവെള്ളമാണ്, ഇതിന് കുടിച്ചു. എന്തായിരുന്നു അത്? മദ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരിൽ അത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്, നിരോധിച്ചൊരു കാര്യമാണ്. അവനത് കുടിച്ചാൽ അതിൻ്റെ പേരിൽ അവനെ എന്ത് ചെയ്യപ്പെടില്ല, ശിക്ഷിക്കപ്പെടുകയില്ല. അവൻ ഫാസിക്കാണെന്ന് വിധി പറയപ്പെടുകയില്ല, അവൻ്റെ അദാലത്ത് നഷ്ടപ്പെടില്ല. അതിൻ്റെ പേരിലുണ്ടാകുന്ന വിധികൾ എന്ത് ചെയ്യില്ല, അവന് ബാധകമില്ല. ചിലപ്പോൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല ഇതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. അദ്ദേഹം ഒരു കുഫാറുകളുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, വിമാനത്തിൽ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, പാനീയം കൊടുക്കുന്നുണ്ട്. വെള്ളമാണ് എന്നുള്ളത് തോന്നിക്കുന്ന പോലെയാണ് കൊടുക്കുന്നത്. എല്ലാവരും വാങ്ങി കുടിക്കുന്നുണ്ട്. ഷെയ്ഖിൻ്റെ അടുക്കുന്നു, ഷെയ്ഖ് എന്ത് ചെയ്തു, കൈ കാണിച്ചു. പക്ഷേ ഷെയ്ഖിന് കൊടുത്തില്ല. അപ്പോൾ ഇവരുടെ ടിക്കറ്റിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഹലാലായ ഫുഡാണ് വേണ്ടത്. അപ്പോൾ ഷെയ്ഖിന് സംശയമായി, എന്താണ് എനിക്ക് മാത്രം തരാത്ത, എല്ലാവർക്കും കൊടുത്തല്ലോ. അപ്പോൾ എന്നോടുള്ള, ഞാൻ താടിയും മറ്റൊക്കെ വെച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണോ? അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, എന്താ എനിക്ക് മാത്രം വെള്ളം തരായിരുന്നേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം കാണുമ്പോൾ തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത പാനീയമാണ്, വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ കുടിച്ചാൽ അതെന്തല്ല, കുഴപ്പമില്ല. ഖത്അ നിലയിൽ സംഭവിച്ചാൽ അതിൻ്റെ വിധി എന്ത് ചെയ്യൂല, അവിടെ നടപ്പിലാക്കപ്പെടില്ല എന്നർത്ഥം. എന്നാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളിലാണ് ഇതുപോലുള്ള സംഭവം ഉണ്ടാവുന്നത്. ഇതിപ്പോൾ നിരോധിക്കപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതൊന്നും സംഭവിച്ചാൽ എന്തില്ല. ഇനി കൽപ്പിക്കപ്പെട്ട മഅ്മൂറാത്തുകൾ, അതിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ആ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം അവൻ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിന് ബദലായിട്ട് ശർഅ് വേറെ എന്തെങ്കിലും കാര്യം വച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ബദലായിട്ട് എന്തെങ്കിലും വച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, ആ കാര്യം ചെയ്യൽ അവൻ എന്താണ്, നിർബന്ധമാണ്. ഇപ്പോൾ ഹജ്ജിന് ചില വാജിബാത്തുകളുണ്ട്, 8ഓളം വാജിബാത്തുകൾ പറയുന്നുണ്ട്. ഒരു വാജിബ് ഖത്അ എന്ന നിലയിൽ എന്ത് ചെയ്തു, മറന്നുപോയാൽ അതിന് ബദലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിദിയ കൊടുക്കാൻ, ദമു കൊടുക്കാൻ ശർഅ് നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, ആ ബദലായ കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്. നമസ്കാരത്തിൽ ചില വാജിബാത്തുകളുണ്ട്. ഒന്നാമത്തെ തശഹൂദ് വാജിബാണ്. അതേപോലെ തന്നെ ഇന്തിഖാലാത്തിൻ്റെ തക്ബീറാത്തുകൾ വാജിബാണെന്ന് പറയുന്നുണ്ട്. ആ വാജിബ് ഒരാൾ ഉപേക്ഷിച്ചു പോയി, കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിന് ബദലുണ്ട്. എന്താണ്? സഹവിൻ്റെ സുജൂദ് ചെയ്താൽ മതി. ഇനി ശർഅ് അങ്ങനെ ഒരു ബദല് അതിന് നിശ്ചയിച്ചിട്ടില്ല, ആ കൽപ്പിക്കപ്പെട്ട കാര്യത്തിന് ബദലില്ല. അങ്ങനെയാണെങ്കിൽ ആ കാര്യം ആ സമയത്ത് തന്നെ വീണ്ടും ചെയ്യാൻ പറ്റുന്നതാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ചെയ്യണം. അങ്ങനെ വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എങ്കിൽ എന്ത് ചെയ്തു, അത് പിന്നെ ചെയ്യേണ്ടതില്ല, അതവിടെ വീണുപോയി. വീണ്ടെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ചെയ്യണം. വീണ്ടെടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആ സമയത്ത് വീണ്ടെടുക്കാൻ പറ്റുമായിരുന്നു, എന്നാലും എന്ത് ചെയ്യണം, അതവൻ ചെയ്യണം. ഇപ്പോൾ ഒരു സഹാബി വന്ന് നമസ്കരിച്ചു, നമസ്കാരം ശരിയായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയി വുളു എടുത്തിട്ട് ഒന്ന് വീണ്ടും നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും നിർവഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് നിർവഹിക്കണം. മഅ്മൂറാത്തുകളിൽ കുഴപ്പം പറ്റിയിട്ടുണ്ട്, അതുപോലെ വീണ്ടും ചെയ്യാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കുറേ കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യൽ പ്രയാസകരമല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം. ഷെയ്ഖ് ഇത് വിശദീകരിക്കുമ്പോൾ സുലൈമാൻ റുഹൈലി അഹ്മദ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരാൾ എന്ത് ചെയ്തു, ഒരു ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിച്ചു. അവന് അറിയില്ലായിരുന്നു, അവൻ എന്താണ്, യാത്രക്കാരനാണ്. യാത്രക്കാരൻ നാട്ടിലുള്ള ഒരാൾ തുടർന്ന് നമസ്കരിക്കുമ്പോൾ നാട്ടിലുള്ള ആൾ എത്രയാണോ നമസ്കരിക്കുന്നത് പൂർണ്ണമായി നമസ്കരിക്കൽ എന്താണ്, നിർബന്ധമാണ്. നാട്ടിലുള്ള ആൾ 4 റക്അത്ത് നമസ്കരിക്കുകയാണ്, എന്ത്, ദുഹർ. യാത്രക്കാരനായ ഒരാൾ 3-ാമത്തെ റക്അത്തിൽ ഇമാമിനെ ഒന്ന് പിന്തുടർന്നു. ഇമാമ് സലാം വീട്ടുമ്പോൾ എത്ര നമസ്കരിച്ചിട്ടുണ്ട്, 2 നമസ്കരിച്ചിട്ടുണ്ട്. യാത്രക്കാരന് സാധാരണ രീതിയിൽ കസ്റാക്കൽ അനുവദനീയമാണ്. അപ്പോൾ ഇവർ 2 റക്അത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് സലാം വിട്ടാമോ? പാടില്ല. ഇമാം എത്ര നമസ്കരിച്ചു അത് പൂർണ്ണമായിട്ട് നമസ്കരിച്ചോളണം. പക്ഷേ ഇത് അവൻ അറിയില്ലായിരുന്നു. അവനങ്ങനെ നമസ്കരിച്ചു, 2 റക്അത്ത് നമസ്കരിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം ഇവനിക്ക് ഈ ഹുക്കം കിട്ടി. എന്താണ് ചെയ്യേണ്ടത്?
പൂർണ്ണമായിട്ടാണ് നമസ്കരിക്കുക. അപ്പോൾ ഇവന് ആ ഒരു നമസ്കാരം വീണ്ടും നമസ്കരിക്കുക എന്നുള്ള മഷക്കത്തുള്ള പ്രയാസമുള്ള കാര്യമാണോ? അല്ല. അങ്ങനെ പ്രയാസകരമല്ലാത്തൊരു കാര്യമാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്ത് ചെയ്യണം? അപ്പോഴും വീണ്ടെടുക്കണം. അതല്ലെങ്കിൽ പിന്നെന്തില്ല, പ്രയാസകരമാണ്. കുറേ നമസ്കാരങ്ങൾ അങ്ങനെ ഈ അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അത് നിർവഹിക്കുക എന്നുള്ളത് പിന്നെന്തായിരിക്കും? പ്രയാസകരമാണെങ്കിൽ പിന്നെന്ത് ചെയ്യേണ്ടതില്ല, അത് വീണ്ടെടുക്കേണ്ടതില്ല. അള്ളാഹു എന്ത് ചെയ്യും? അത് വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യരുടെ ഹക്കുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഖത്അൻ മുഖേന സംഭവിക്കുമ്പോൾ പെട്ടിട്ടുണ്ട് എങ്കിൽ എന്താവില്ല, അത് അതിൻ്റെ ദമാൻ, അതിൻ്റെ ഉത്തരവാദിത്വം അവൻ എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. എന്താണ് ഇനി ഇതിനുള്ള തെളിവ്? ഇപ്പം ഈ ഹദീസ് അതിന് ചില ദുർബലതകളുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അള്ളാഹുവിനോടുള്ള ദുആയാണ്. അള്ളാഹുവേ, ഞങ്ങളെ നീ പിടികൂടരുതേ, ശിക്ഷിക്കരുതേ, ഞങ്ങൾക്ക് മറവി സംഭവിച്ച ഏതെങ്കിലും അബദ്ധം നമ്മൾ ചെയ്തു, മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നിഷിദ്ധമായ കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിട്ട് ചെയ്തു, എന്നാൽ ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞു എന്നുള്ള ദുആയാണ്. ഈ ദുആയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് നാം എന്ന് ഉത്തരം നൽകിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഫഅൽതു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ. അതെ, അങ്ങനെയാണെന്ന് ഞാൻ എന്ത് ചെയ്തു? അള്ളാഹു അതിന് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഖത്അൻ നിലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ബുദ്ധിയാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് നിസ്യാൻ, മറവി സംഭവിക്കുക. മറവി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവനക്കതിൻ്റെ വിധിയെല്ലാം അറിയാം, പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? അത് ഹൃദയത്തിൽ ഹാജരാകുന്നില്ല. അദമു ഇസ്തിഹ്ളാരി ഷൈഇ വഖത ഹാജത്തി. അതാണ് ഒരു കാര്യത്തെ മനസ്സിൽ എന്ത് ചെയ്യുക? കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുക, അതാവശ്യമാകുന്ന സമയത്ത്. ഇതിനാണ് എന്ത് പറയണം? മറവി എന്ന് പറയണത്. അതായത് അതിനെക്കുറിച്ച് അവനക്കറിയാം, പക്ഷേ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അത് ഓർമ്മ വരുന്നില്ല. ഇതിൻ്റെ ഹുക്കുമുകളും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. നിരോധിക്കപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യൂല, ഒന്നും തന്നെ ഒരു ഹുക്കുമുകളും അതിന് ബാധകമാവുകയില്ല എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യരുടെ ഹക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, സാമ്പത്തികമായതാണെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഉത്തരവാദിയാവും. എന്നാൽ കൽപ്പനകളുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അതിന് ആ കൽപ്പന ചെയ്തില്ല മറവി കാരണം, ബദലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം? ബദലുള്ള കാര്യം ചെയ്യണം. ഇപ്പോൾ ഒന്നാമത്തെ തശഹുദ് മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ബദലിലേക്ക് നീങ്ങണം, സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. ശർഅ അങ്ങനെ ഒരു ബദൽ നിശ്ചയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ കാര്യം പിന്നീട് ചെയ്യാൻ സാധ്യവുമല്ല. അങ്ങനെയാണെങ്കിൽ അത് പിന്നെന്തല്ല, ചെയ്യേണ്ടതില്ല. ഷെയ്ഖ് ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് ഇതാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി, ഒരു കുട്ടി റൂഹ് ഊതപ്പെട്ടതിന് ശേഷം ഗർഭസ്ഥ ശിശു എന്ത് ചെയ്തു? മരിച്ചുപോയി. എന്നാൽ അതിനെ കുളിപ്പിക്കലും അതുപോലെ തന്നെ നമസ്കരിക്കലും കഫൻ ചെയ്യലും ദഫൻ ചെയ്യലൊക്കെ നിർബന്ധമാണ്. പക്ഷേ ഈ ഹുക്കം അവൻ അറിയില്ലായിരുന്നു. പലപ്പോഴും ചില ഹോസ്പിറ്റലുകളൊക്കെ സംഭവിക്കും, എന്ത് ചെയ്യും? അവർ കുട്ടികളെ അവർ തന്നെ എന്ത് ചെയ്യും? കൈകാര്യം ചെയ്യും. അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ റൂഹൂതപ്പെട്ട കുട്ടിയാണ് എങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിന് കുളിപ്പിക്കലും ഇതെല്ലാം നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇവനത് അറിയണത്, ഈ ഒരു നിയമം. ഇവനക്കത് അറിയാമായിരുന്നു, പക്ഷെ മറന്നു എന്ന് കൂട്ടിക്കോ. പിന്നീടാണ് ഇവനിത് ഓർത്തത്. അങ്ങനെയാണെങ്കിൽ അവിടെ വീണ്ടെടുക്കാൻ പറ്റുന്ന കാര്യം ചെയ്യണം. അവൻ്റെ മേൽ നമസ്കരിക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഖബർ ഉണ്ട്, ഖബറിൻ്റെ അടുക്ക് പോയിട്ട് എന്ത് ചെയ്യാം? നമസ്കരിക്കാം. പക്ഷേ കുളിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്യുക എന്നുള്ളത് പിന്നെ വീണ്ടെടുക്കാൻ പ്രയാസമുള്ളതാണ് കുറേ കാലങ്ങൾക്ക് ശേഷം. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, അത് ചെയ്യേണ്ടതില്ല. വീണ്ടെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. ഒരാൾ മറന്നുപോയി, നമസ്കരിച്ചില്ല. സാധാരണ കൃത്യമായി നമസ്കരിക്കുന്നയാളാണ്, എന്നാലും എന്ത് ചെയ്തില്ല, ചില സന്ദർഭങ്ങളിൽ മറവി സംഭവിച്ചുകൊണ്ട് നമസ്കാരത്തിൻ്റെ സമയം വിട്ട് കടന്നു. എങ്ങനെയാണെങ്കിൽ ശരിയായ അഭിപ്രായപ്രകാരം അവൻ്റെ കസിൽ കൊണ്ടല്ല, അലസതയെ കൊണ്ടും മറ്റൊന്നുമല്ല, മറന്നുപോയതാണ്. നമസ്കരിക്കണമെന്ന ബോധമുള്ളവൻ നമസ്കരിക്കുന്നവനുമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അവനത് വീണ്ടെടുക്കണം. ഖളാ വീട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്താണ് ഇതിനുള്ള തെളിവ്? നേരത്തെ പറഞ്ഞ ആയത്തിനുള്ള തെളിവാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഒരാൾ മറവി സംഭവിച്ചു, മൻ നസിയ വഹുവ സ്വായിമുൻ.
നോമ്പുകാരനായിരിക്കും, ഒരാൾ മറന്നു, എന്നിട്ട് ഫഅകല ഔശരി വലിയും തിന്നുകയോ കുടിക്കുകയോ ചെയ്തു, എന്നാൽ അവൻ എന്ത് ചെയ്യണം? ഫൽയുത്തിമ്മ സൗമഹു, അവൻ്റെ നോമ്പിനെ അവൻ എന്ത് ചെയ്യട്ടെ? പൂർത്തിയാക്കട്ടെ. കാരണം ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാ, അവനെ തീറ്റിച്ചതും കുടിപ്പിച്ചതും ആരാണ്? അള്ളാഹുവാണ്. മറവിയാണ് സംഭവിച്ചത്, അതിനെന്തില്ല, നോമ്പ് അതുകൊണ്ട് മുറിഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇക്റാഹ്, അതായത് നിർബന്ധിച്ചിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യിപ്പിച്ചു, അതും ഇത് തന്നെ. ഇക്റാഹ് എന്ന് പറഞ്ഞാൽ ഹംലുൽ ഇൻസാനി ഗൈറഹു അലാ അൻ യഖൂല ഔ യഫ്അല മാ ലാ യഖൂലുഹു ഔ യഫ്അലുഹു ലൗലാ ഹാദൽ ഹംലി. ഒരാൾ വേറൊരാൾ ഒരു കാര്യം നിർബന്ധിക്കുകയാണ്, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഈ നിർബന്ധം ഇല്ലെങ്കിൽ അവൻ ആ കാര്യം പറയുമായിരുന്നില്ല, പ്രവർത്തിക്കുമായിരുന്നില്ല. അങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരു കാര്യം പറയുവാനോ പ്രവർത്തിക്കുവാനോ നിർബന്ധിക്കുകയും അപ്രകാരം അത് പ്രവർത്തിക്കുകയും ചെയ്യുക, ഇതാണ് ഇക്റാഹൻ മുഖേന ഒരു കാര്യം ചെയ്യൽ. ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിനും ചിലപ്പോൾ ഏത്തിക്കാദിൽ സംഭവിക്കാമെങ്കിൽ, വിശ്വാസത്തിലുണ്ടെങ്കിൽ ഇത് എന്തില്ല, ഈ പറയുന്ന ഇക്റാഹ് വിശ്വാസത്തിൽ ബാധകമല്ല. ഒരാൾ നിർബന്ധിച്ചിട്ട് നീ എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ അവന് വിശ്വസിക്കാമോ? പാടില്ല. കാരണം വിശ്വാസവുമായിട്ട് എന്ത് ചെയ്യൂല, ഇത് ബന്ധപ്പെടില്ല. വാക്കുകളാകാം. ഒരാൾ എന്ത് ചെയ്തു, വാളെടുത്ത് വെട്ടാൻ പോവാണ്, എന്നിട്ട് പറഞ്ഞ് നീ എന്ത് ചെയ്യണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ കൊല്ലും എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താകാം, അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ചവനായ നിലയിൽ ആ വാക്ക് പറഞ്ഞു, അങ്ങനെ നിർബന്ധപൂർവം ചെയ്തു എന്നുള്ളൂ കൊണ്ടെന്നില്ല, കുഴപ്പമില്ല എന്നുള്ളതാണ്. ഖുർആനാണ് ഇതിനുള്ള തെളിവ്. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, ആരെങ്കിലും അള്ളാഹുവിൽ കുഫ്ർ ചെയ്താൽ, ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം, ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, ഒരാളൊഴികെ അവനെ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് കുഫ്ർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതവസ്ഥയിൽ അവൻ്റെ ഹൃദയമാകട്ടെ ഈമാൻ കൊണ്ട് മുത്മഇന്നാണ്, ശാന്തി അടഞ്ഞതാണ്, ആ അവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യില്ല, വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അവനതിന് കുറ്റക്കാരനല്ല. ഒരു വാക്ക് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഒരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ പ്രവർത്തിച്ചു, നിർബന്ധപൂർവമാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അത് ആ നിർബന്ധമാകണമെങ്കിൽ ചില ശുറൂത്തുകളുണ്ട്. ഒന്ന്, നിർബന്ധിക്കുന്നയാൾ എന്ത് ഭീഷണിയാണോ മുഴക്കുന്നത് അത് നടപ്പിൽ വരുത്താൻ ശേഷിയുള്ളവനാകണം. മാത്രമല്ല നിർബന്ധിക്കപ്പെട്ടവന് അവനെ തടുക്കാനുള്ള ശേഷി ഇല്ലാതിരിക്കുകയും വേണം, അശക്തനാകണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഇക്റാഹായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഒരാൾ വന്നിട്ട് പറയാണ്, നീ എന്ത് ചെയ്യണം, ഈ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യണം, അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ കൊല്ലും. ഈ പറഞ്ഞ ആളാകട്ടെ ഭീഷണിപ്പെടുത്തപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലനാണ്. ഇവന് ഒന്നു കൊടുത്താൽ മറിഞ്ഞു വീഴാനുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഭീഷണിക്ക് വഴങ്ങേണ്ടതുണ്ടോ? ഇല്ല. അവനെ അതിന് തടുത്തിടുക എന്നുള്ളതാണ് അവൻ ചെയ്യേണ്ടത്. ഇവനതിന് ശേഷിയുണ്ട്, എന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവൻ്റെ ഭീഷണിക്ക് വഴങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ ഭീഷണി മുഴക്കുന്നയാൾക്ക് അത് നടപ്പിലാക്കാനുള്ള ശേഷി വേണം. അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തപ്പെടുന്നവന് അത് തടുക്കാനുള്ള ശേഷി ഉണ്ടാകാനും പാടില്ല. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നിർബന്ധിക്കലായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അതേപോലെ തന്നെ ഈ നിർബന്ധിക്കൽ ആജിലനാകണം. നീ ഇന്നത് ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ നിന്നെ കൊല്ലും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പം പണി ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, അവനത് നിർബന്ധ സാഹചര്യമായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. അതേപോലെ തന്നെ ഈ ഭീഷണിപ്പെടുത്തുന്നയാൾ അവന് കഴിവൊക്കെ ഉണ്ട്, ശേഷിക്കുള്ള ആളാണ്, അവനെ തടുക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നയാളായിരിക്കണം. അങ്ങനെ ഒരു ഇത് വേണം. ഇത് അവനങ്ങനെ ചെയ്യുന്നില്ല, വെറുതെ ഒരു പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അവനങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, അതിന് വഴിപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ അവിടെ സ്വീകരിക്കേണ്ട മറ്റൊരു മസാല, ഒരാൾ എന്ത് ചെയ്തു, ഭീഷണിപ്പെടുത്തി, നീ എന്ത് ചെയ്യണം, ഇപ്പോൾ സെയ്ദിൻ്റെ അടുക്കൽ പറഞ്ഞു, നീ അമ്രിനെ കൊന്നുകളയണം ഇപ്പോൾ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവനെ അമ്രിനെ കൊല്ലൽ എന്തല്ല, അനുവദനീയമല്ല. അമ്ർ മുസ്ലിമായ സഹോദരനാണ്. അപ്പോൾ അമ്രിനെ കൊല്ലൽ ഇവന് അനുവദനീയമല്ല. കാരണം എന്താണ്,
അമ്രിനെ പോലെ തന്നെ ഇവൻ്റെ ജീവനെ പോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ടതാണ് ആരുടെ ജീവനും? അമ്രിൻ്റെ ജീവനും. അപ്പോൾ ഞാൻ മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അമ്രിനെ കൊള്ളുക എന്നുള്ളത് ശരിയല്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്തോളണം? മരിച്ചോളണം. എൻ്റെ ജീവനും അവൻ്റെ ജീവനും തുല്യമാണ് എന്നുള്ളതിനാലാണ് അത്.